ഈ മിനിസ്ട്രിയിൽ നോക്കൂ, ഇപ്പം ധനമന്ത്രിയെ നോക്കൂ. ധനമന്ത്രി ഈ സ്റ്റേറ്റിൽ ധനമന്ത്രിയായ അന്ന് തൊട്ട് എന്താണ് പറയുന്നത്? പണമില്ല എന്ന്. ഒന്നിനും പണമില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുന്ന ഒരു ധനമന്ത്രിയാണ് നമുക്കുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ, ആ വികസന പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കണമെങ്കിൽ പണം ആവശ്യമുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് പകരം ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാ ദിവസവും പറയുന്നത് എന്താണ്? പണമില്ലെന്നും വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടത്താൻ പറ്റില്ലെന്നും അതുകൊണ്ട് വിവിധ പദ്ധതികൾ വെട്ടിച്ചുരുക്കുകയാണെന്നും ഈ ആളുകളെല്ലാം മുണ്ടുമുറുക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയിലേക്കൂടെ കടന്നു പോകുന്നത്. പക്ഷേ ഒരേ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ധൂർത്തുകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അപ്പൊ നമ്മൾ കാണേണ്ടത് എന്താണ്? ഈ ധനമന്ത്രിക്ക് യഥാർത്ഥത്തിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള കെൽപ്പില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടത്. ആരോഗ്യവകുപ്പിന്റെ അവസ്ഥയിൽ നോക്കൂ. ആരോഗ്യവകുപ്പ് ഏറ്റവും കൂടി കുത്തഴിഞ്ഞു കിടക്കുകയാണ്. ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നാണ് ആരോഗ്യവകുപ്പ്, മറ്റൊന്ന് വിദ്യാഭ്യാസ വകുപ്പ്, മറ്റൊന്ന് പൊതുമരാമത്ത്. ഈ 3 വകുപ്പുകളും കറക്റ്റ് ആയതെങ്കിൽ ജനങ്ങളുടെ ജീവിതം ഏറെക്കുറെ സുഖകരമായി പോകുമെന്ന് നമ്മൾ കാണേണ്ടത്. പക്ഷേ ഈ 3 വകുപ്പുകളും കുത്തഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ.